എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: വനം വകുപ്പ് വിദ്യാലയങ്ങളിൽ സുരക്ഷാ പരിശോധനയും ബോധവൽക്കരണ പരിപാടിയും നടത്തുന്ന പദ്ധതി ഏതാണ്? വനം വകുപ്പ് വിദ്യാലയങ്ങളിൽ സുരക്ഷാ പരിശോധനയും ബോധവൽക്കരണ പരിപാടിയും നടത്തുന്ന പദ്ധതി ഏതാണ്? ആൻസർ സർപ്പപാഠമാണ്. വനം വകുപ്പ് വിദ്യാലയങ്ങളിൽ സുരക്ഷാ പരിശോധനയും ബോധവൽക്കരണ പരിപാടിയും നടത്തുന്ന പദ്ധതി. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതി ഏതാണ്? കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ എൻപ്രൗഡ് പദ്ധതിയാണ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. ഇന്ത്യയിൽ സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന ആദ്യത്തെ പരിപാടിയാണ് എൻപ്രൗഡ് പദ്ധതി. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഹെൽത്തി പ്ലേറ്റ് പദ്ധതിയാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. പദ്ധതിയുമായി സഹകരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവയാണ്. കേരളത്തിലെ സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും ഏകോപനം ലക്ഷ്യമിട്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡ് ഏതാണ്? ആൻസർ കേരള കെയർ ആണ്. കേരളത്തിലെ സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും ഏകോപനം ലക്ഷ്യമിട്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡ്. കേരള കെയറിന് നേതൃത്വം നൽകുന്നത് കേരള ആരോഗ്യ വകുപ്പാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേര് എന്താണ്? ആൻസർ ഹൃദയപൂർവമാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത പരിചരണ സേവനങ്ങളുടെ സേന. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത പരിചരണ സേവകളുടെ സേന. ആൻസർ സാന്ത്വനമിത്രയാണ്. കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത പരിചരണ സേവകളുടെ സേന. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ആൻസർ വയോസാന്ത്വനമാണ്. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി ഏതാണ്? ആൻസർ കാതോർത്താണ്. കൗൺസിലിംഗ് നിയമസഹായത്തിലൂടെയും പോലീസ് സഹായത്തിലൂടെയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ പരിപാടി. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. ആൻസർ നിഴൽ പദ്ധതിയാണ്. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി. ആൻസർ ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ്.
ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷന്റെ പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതി. കുടുംബങ്ങളെ സന്തോഷപ്രദമാക്കി ഓരോ കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ്? ആൻസർ ഹാപ്പി കേരളം പദ്ധതി. ഹാപ്പി കേരളം പദ്ധതിയാണ് കുടുംബങ്ങളെ സന്തോഷപ്രദമാക്കി ഓരോ കുടുംബത്തിൻ്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കുടുംബശ്രീ പദ്ധതി. ഹാപ്പി കേരളം പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന നഗരസഭ പന്തളം നഗരസഭയാണ്. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിതയാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. 2025 പൊതുസേവനം ലഭ്യമാകുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ 3 പദ്ധതികൾ ഏതൊക്കെയാണ്? 1. കെ സ്മാർട്ട്. 2. ഡിജി കേരളം. 3. പാലിയേറ്റീവ് കെയർ. കെ സ്മാർട്ട്, ഡിജി കേരളം, പാലിയേറ്റീവ് കെയർ എന്നിവയാണ് 2025 പൊതുസേവനം ലഭ്യമാക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ 3 പദ്ധതികൾ. പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കുടുംബശ്രീ മിഷന്റെ പദ്ധതി ഏതാണ്? പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കുടുംബശ്രീ മിഷന്റെ പദ്ധതി. ആൻസർ സമുന്നതി. സമുന്നതിയാണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കുടുംബശ്രീ മിഷന്റെ പദ്ധതി. ലഹരിക്ക് അടിമപ്പെട്ട കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതീ യുവാക്കൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ. ലഹരിക്ക് അടിമപ്പെട്ട കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതീ യുവാക്കൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ. ആൻസർ സഹായി. സഹായിയാണ് ലഹരിക്കടിമപ്പെട്ട കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സഹപാഠികൾ, യുവതീ യുവാക്കൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി അറിയാൻ സാധിക്കുന്ന ഹെൽപ്പ് ലൈൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. ആൻസർ നേർവഴി. നേർവഴിയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. നഗരങ്ങളിലെ ചേരികളിൽ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഉഷസ്. ഉഷസാണ് നഗരങ്ങളിലെ ചേരികളിൽ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ കെ ടാപ്പ് പദ്ധതി. കെ ടാപ്പ് പദ്ധതിയാണ് കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ആണ് വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന. പരിശോധന നടത്തുന്നത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. ആൻസർ കുളിർമ പദ്ധതി. കുളിർമ പദ്ധതിയാണ്
കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചത് കേരള എനർജി മാനേജ്മെന്റ് സെന്റർ. കേരള എനർജി മാനേജ്മെന്റ് സെന്ററാണ് കുളിർമ പദ്ധതി ആവിഷ്കരിച്ചത്. കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയ ചിത്രകഥാ പുസ്തകം ഏതാണ്? കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയ പുസ്തകം. ആൻസർ പളുങ്ക് ചിത്രകഥാ പുസ്തകം. പളുങ്ക് ചിത്രകഥാ പുസ്തകമാണ് കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയ ചിത്രകഥാ പുസ്തകം. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് പുസ്തകം പുറത്തിറക്കിയത്. പുസ്തകം തയ്യാറാക്കിയത് വെട്ടിക്കവല ബ്ലോക്ക്, കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിലാണ് പുസ്തകം തയ്യാറാക്കിയത്. ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി. ആൻസർ വി ഹെൽപ്പ് ടോൾ ഫ്രീ സഹായ കേന്ദ്രം. വി ഹെൽപ്പ് ടോൾ ഫ്രീ സഹായ കേന്ദ്രമാണ് ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി. പദ്ധതി ആരംഭിച്ചത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. ആൻസർ പ്രതിഭ പദ്ധതി. പ്രതിഭ പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യനീതി വകുപ്പാണ്. ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന പദ്ധതി ഏതാണ്? ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന പദ്ധതി. ആൻസർ വേനൽ മധുരം പദ്ധതി. വേനൽ മധുരം പദ്ധതിയാണ് ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷനാണ്. പനയുൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതി. പനയുൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതി. ആൻസർ ഇടം പദ്ധതി. ഇടം പദ്ധതിയാണ് പനയുൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ നൽകുന്ന പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന പനയുൽപ്പന്ന വികസന കോർപ്പറേഷൻ, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ എന്നിവർ സംയുക്തമായി. കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി. കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി ഏതാണ്? ആൻസർ കൃഷി സമൃദ്ധി പദ്ധതി. കൃഷി സമൃദ്ധി പദ്ധതിയാണ് കാർഷിക മേഖലയിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കൃഷി വകുപ്പ്. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി. ആൻസർ ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതിയാണ് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി. പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഹരിത കേരളം മിഷൻ. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധന. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധന. ആൻസർ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പാണ് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടുന്നതിനായി കേരളത്തിലുടനീളം നടത്തിയ പരിശോധന. പദ്ധതി നടത്തുന്നത് കേരള വിജിലൻസ് വകുപ്പാണ്. കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ കണ്ടെത്തി ടൂറിസത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി. കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ കെ ഹോംസ് പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാർ. മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. ആൻസർ
ന്യൂ ഇന്നിങ്സ് പദ്ധതി. ന്യൂ ഇന്നിങ്സ് പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി. കുടുംബശ്രീ സംരംഭങ്ങളുടെ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി. ആൻസർ ഹോം ഷോപ്പ് പദ്ധതി. ഹോം ഷോപ്പ് പദ്ധതിയാണ് കുടുംബശ്രീ സംരംഭങ്ങളുടെ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി. പ്രാദേശിക സാമ്പത്തിക വികസനവും ഉൽപാദന വിപണന രംഗത്ത് വനിതകൾക്ക് സ്ഥിരം ജോലിയും വരുമാനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ മുദ്രാവാക്യം നല്ലത് വാങ്ങാം, നന്മ ചെയ്യാം. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ കമ്മ്യൂണിക്കേറ്റർ പദ്ധതി. കമ്മ്യൂണിക്കേറ്റർ പദ്ധതിയാണ് തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലെത്തിയവർക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പിന്തുണ നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ സംരംഭം പദ്ധതി. സംരംഭം പദ്ധതിയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലെത്തിയവർക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പിന്തുണ നൽകുന്ന പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും അസാപ് കേരളയും സംയുക്തമായി. പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഗോത്രജീവിക പദ്ധതി. ഗോത്രജീവിക പദ്ധതിയാണ് പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള പട്ടികവർഗ വികസന വകുപ്പ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി. ആൻസർ ഇൻസ്പയർ പദ്ധതി. ഇൻസ്പയർ പദ്ധതിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി. പദ്ധതി ആവിഷ്കരിച്ചത് കുടുംബശ്രീ മിഷൻ. പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ 2 ലക്ഷം രൂപയാണ്. കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതി. ആൻസർ ജീവൻ ദീപം ഒരുമ പദ്ധതി. ജീവൻ ദീപം ഒരുമ പദ്ധതിയാണ് കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മിഷൻ, കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് എന്നിവർ സംയുക്തമായി. കടലിനെയും കടൽ തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയാണ് കടലിനെയും കടൽ തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. നേതൃത്വം നൽകുന്നത് കേരള ഫിഷറീസ് വകുപ്പ്. ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന ഖാദി ഔട്ട്ലെറ്റ്. ആൻസർ ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ്. ഏബിൾ പോയിന്റ് ഖാദി ഔട്ട്ലെറ്റ് ആണ് ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന ഖാദി ഔട്ട്ലെറ്റ്. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനോ പൂർത്തിയാക്കാനോ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ സേഫ് പദ്ധതിയാണ് പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കിപ്പണിയാനോ പൂർത്തിയാക്കാനോ ധനസഹായം നൽകുന്ന പദ്ധതി. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ. ആൻസർ ഒരു തൈ നടാം എന്ന ക്യാമ്പയിനാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ. 2025 ജൂണിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ലഹരി ഉപയോഗം, ആക്രമണവാസന എന്നിവ തടയുന്നതിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതി. 2025 ജൂണിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ലഹരി ഉപയോഗം, ആക്രമണവാസന എന്നിവ തടയുന്നതിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതി. ആൻസർ കൂടെയുണ്ട് കരുത്തേകാൻ. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസ് വകുപ്പിന്റെ പ്രവർത്തനം. ആൻസർ ഓപ്പറേഷൻ അധിഗ്രഹണാണ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന കേരള വിജിലൻസ് വകുപ്പിന്റെ പ്രവർത്തനം.
ലൈംഗിക അതിക്രമങ്ങൾ, ഗാർഹിക പീഡനം, വിവേചനം, ശാരീരിക അതിക്രമങ്ങൾ, മാനസിക പീഡനം എന്നിവ നേരിടുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. ആൻസർ തണലിടം. തണലിടമാണ്. ലൈംഗിക അതിക്രമങ്ങൾ, ഗാർഹിക പീഡനം, വിവേചനം, ശാരീരിക അതിക്രമങ്ങൾ, മാനസിക പീഡനം എന്നിവ നേരിടുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി. ആദ്യ തണലിടം സ്ഥാപിച്ചത് കൊച്ചി. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ. ആൻസർ ഓക്സെല്ലോ. ഓക്സെല്ലോയാണ്. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി. ആൻസർ മനസ്സോടെ കൊല്ലം. മനസ്സോടെ കൊല്ലമാണ്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആരംഭിച്ച കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. ആൻസർ സ്നേഹിത. സ്നേഹിതയാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആരംഭിച്ച കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക്. 2025 ജൂലൈയിൽ ആരംഭിച്ച വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി. ആൻസർ ഓപ്പറേഷൻ നാളികേര. ഓപ്പറേഷൻ നാളികേരയാണ്. 2025 ജൂലൈ ആരംഭിച്ച വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി. 2025 ജൂലൈയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ആൻസർ ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ആണ്. 2025 ജൂലൈയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പുറത്തിറക്കിയ യോദ്ധാവ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ആൻസർ മോഹൻലാൽ. മോഹൻലാലാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പുറത്തിറക്കിയ യോദ്ധാവ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻസർ ലോകകേരളം ഓൺലൈൻ. ലോകകേരളം ഓൺലൈനാണ്. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യമൊരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷൻ പരിഷ്കരിച്ച പതിപ്പ്. ആൻസർ ഹരിതമിത്രം 2.0. ഹരിതമിത്രം 2.0 ആണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പ്. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി. ആൻസർ ഇ സമൃദ്ധ. ഇ സമൃദ്ധയാണ്. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി.